ഈ മാവിൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഇതാണ് ഈ മാമ്പഴം. ഈ മാമ്പഴം മാത്രം ഇട്ടിട്ട് സാധാരണ തൈരും ഇതൊക്കെ ചേർത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. തൊലി അങ്ങനെ ഇത് മോളോശാണ് പൊട്ടിക്കുക. കൊതിപ്പിക്കല്ലേ ആളുകള് വിലപിക്കുകയാണ് കിടന്നിട്ട്. പഴങ്ങളെ രാജാവാണ് മാമ്പഴം. കുറ്റം പറയരുത്, മധുരം ചേർക്കാത്ത മാമ്പഴ പുളിശ്ശേരി എന്ത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയരുത്. മോന്താമ ബോളും കൊണ്ടിട്ട് ഇങ്ങനെ പോയില്ലേ, തള്ളിക്കൊണ്ട് പോയില്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ജയന്തിയിലെ മാമ്പഴ പുളിശ്ശേരി വെച്ചത് ചന്ദ്രക്കാരൻ മാങ്ങ കൊണ്ടുവരണം കേട്ടോ. അതുകൊണ്ട് സാധാരണ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുക. പക്ഷേ അല്ലാണ്ട് ഇവിടെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉഗ്രം മാവുണ്ട്. ഈ മാവ് കേട്ടോ, ഈ മാവിൻ്റെ മാമ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, ഞാൻ ഇന്നലത്തെ ഇന്ന് കാണിച്ചു തന്നില്ലേ, ഭയങ്കര ടേസ്റ്റാണ്. ഞാര് മാമ്പഴമാണ്. ഈ ചന്ദ്രക്കാരനൊക്കെ വെല്ലണ സാധനമാണ്. ഇതിപ്പോൾ മാങ്ങ അങ്ങനെയായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു വീട്ടാ. സാധാരണ ഈ സമയത്ത് മാങ്ങകളൊന്നും ഉണ്ടാവില്ലേ, എല്ലാവരും പണി സ്ഥലത്ത് പിള്ളേരുകളൊക്കെ വന്നിട്ട് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ നിന്ന് എടുക്കരുത്, എനിക്കൊന്ന് പറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഈ മാങ്ങ നമ്മൾ പഴുത്ത് കറക്റ്റായിട്ട് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കും. ഇതാണ് ഈ മാമ്പഴം. അപ്പോൾ ഇതുപോലത്തെ കുറേ ഇവിടെ ഒരു ദിവസം ഒരു 10-50 മാമ്പഴം വീഴും കണ്ട. അവിടെ ഇവിടെയൊക്കെ വീണെടുക്കുന്നുണ്ട്. അത്രയും ടേസ്റ്റ് ഞാൻ തിന്ന് കാണിച്ചിട്ടുള്ളതാണ് മാമ്പഴ പുളിശ്ശേരി. അതായത് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ സാധാരണ മധുരമൊക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പോൾ പാലക്കാടുള്ള ഒരു ആൾ പറഞ്ഞു, നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ശരിക്ക് മധുരമൊന്നും ചേർക്കാൻ പാടില്ല, മധുരം ചേർക്കാൻ പാടില്ല, അതിൽ വെള്ളരിക്കര കഷ്ണങ്ങൾ ചേർക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഈ മാമ്പഴം മാത്രം ഇട്ടിട്ട് സാധാരണ തൈരും ഇതൊക്കെ ചേർത്തിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. അതാണ് ശരിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി. ഇന്ന് തൈരിനധികം പുളിയും പാടില്ല, അങ്ങനെ കുറച്ച് നിർദ്ദേശം. അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ആൾ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ലാത്ത ഈ ഇതിൻ്റെ പേര് വല്ലവരും പറഞ്ഞാൽ ഒരാൾ എന്നിട്ട് ചന്ദ്രക്കാരനല്ല, ഈ മല്ലിക അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു. വേണ്ട ഇത്ര മതി. ആ എല്ലാവരും പറയും ഇത്ര മതി, നമുക്കിപ്പോൾ എന്തോരം വേണം, മാക്സിമം ഒരു 10 മതി. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എനിക്കൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങനെ ഇത് ചപ്പി ഇങ്ങനെ ഈമ്പി തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റല്ലേ. ഇതേ ഒരു പാത്രം നിറയെ ഇറക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോവാ. ഇത് ഒട്ട് തൈ വാങ്ങിച്ച് വെച്ചിട്ടില്ലാന്ന് തോന്നിട്ടാ പണ്ട്. പക്ഷെ മാവ് വണ്ടൻ മാവായി മാറി. ഒട്ട് തൈന് വാങ്ങിച്ചത്, പക്ഷെ മാവ് നല്ല വലിപ്പമായി. സാധാരണ ഒട്ട് തൈ അത്രയ്ക്കാണ്ട് വലിപ്പം പറ്റില്ല. ഇതിനെ പിന്നെ വെട്ടി വെക്കാനൊന്നും നിന്നില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുന്ന ടൈമിൽ അല്ലാണ്ട് വെട്ടിക്കാനല്ല ആദ്യം ഞങ്ങൾ താമസമായത്. തറവാട് ഫുള്ള് സ്വർണ്ണപ്പടി സ്ഥലമായിട്ട് മാറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ആ സമയത്ത് വെച്ചിട്ടില്ല, അവിടെ തെങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് ഈ മാവ് തൈ വെച്ചത്. തെങ്ങ് മുരടിക്കുക, അത് വലുതാവാണ്ട അങ്ങനെ എന്തോ ഉണ്ടായി. കുറച്ച് കൊല്ലമായിട്ടുള്ള ഈ മാവ് അടിപൊളിയായിട്ട് മാങ്ങിണ്ടായി തുടങ്ങിയിട്ടാണ്. തകർപ്പം മാമ്പഴ പുളിശ്ശേരിന് ഇതിലറിയാം നമുക്കിതിൻ്റെ ടേസ്റ്റ്. ഹരിതനോട് ചോദിക്കുന്ന പനി ഇതോട് മുഴുവൻ ഉണ്ടാക്കാനാണ് ഒന്ന്. ഇതിപ്പോൾ ഒരു സദ്യക്കുള്ള അതിൻ്റെ അത്രയ്ക്ക് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ആവശ്യമുള്ള മാമ്പഴം എടുക്കാം. ഞാൻ പറഞ്ഞു ബാക്കിയുള്ള എനിക്ക് തിന്നാനുള്ളതാണ് കേട്ടാ. അതൊക്കെ എടുക്കാം. ഏത് മാമ്പഴയിലും എടുക്കുമ്പോൾ ശരിക്ക് അതിന് മണ്ണുണ്ടാവും. തെങ്ങിലും കിഴക്കണം. പൊട്ടിച്ച അപ്പനിക്കാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അപ്പോൾ മണ്ണുണ്ടാവില്ല. നമ്മുടെ ജയന്തിയൊന്നും കാണണ്ട, ഈ മാമ്പഴം അങ്ങനെ മുഴുവനകത്താക്കും. ജയന്തി മാത്രമല്ല, ഇന്നലത്തെ വീഡിയോൻ്റെ ഇടയിൽ ചേട്ടൻ ഇത് കഴിക്കുന്ന കണ്ടിട്ട് കുറേ പേര് കൊതിയെന്ന് പറഞ്ഞിട്ട് ആവശ്യത്തിനെടുത്തിട്ട് തൊലി എനിക്ക് ചെത്തിയിട്ട് എത്ര 10 എടുക്കണേ കാണാൻ ഭംഗിയുള്ള ഒറ്റ എടുക്കണം കേട്ടോ. ഞാൻ ബാക്കിയൊക്കെ എനിക്ക് ഇത് സിന്ദൂരം എന്നാണ് ഈ മാങ്ങയുടെ പേര്. ആര് പറഞ്ഞ? രഞ്ജിത്ത് കമൻസ് അങ്ങനെ. സിന്ദൂര മാമ്പൽ അല്ല, മാമ്പല്ലേ മാമ്പഴല്ല അത്. കളറ് കാണുമ്പോ കളറ് ഇങ്ങനത്തെ കണ്ടമാനം പല കളറുകൾ നമ്മൾ ഈ വേറൊരു പാത്രം കൂടി എടുക്കായിരുന്നു.
ഒരു ഡബർ തൊലി ഇടാനായിട്ട് തൊലി തിന്നാൻ ആ നല്ല തൊലിയാണ് കണ്ട ഈ തൊലി അങ്ങനെ ഇത് അതിലിടാം അല്ലേ അതിൽ മാമ്പഴം പൊളിച്ചിട്ട് മാമ്പഴം അതിലിടാം അതിലല്ലേ കൂട്ടാൻ വെക്കാൻ പോണേ പോയിരിക്കട്ടോട്ടെ എത്ര മാമ്പഴം വേണം ചേട്ടനല്ലേ വെക്കാൻ പോണേ ആ അല്ല നമുക്ക് എന്തോരം കൂട്ടാൻ വയ്ക്കണം 10 വേണം അത്ര മതിയില്ല ഇത് കാലത്തന്നെ കിട്ടിയ കാരണേ പിന്നെ വെച്ചില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ പിന്നെ വെക്കലുണ്ടല്ലോ ഇത് കണ്ട ഇതിങ്ങനെ മോളോശാണ്ട് പൊട്ടിക്കുക എന്നിട്ടാണ് തുറപ്പിക്കുക നമുക്ക് കൊതിപ്പിക്കല്ലേ എന്ന് ആളുകൾ വിലപിക്കുകയാണ് കിടന്നിട്ട് അപ്പൊ ചേട്ടൻ കൊതിപ്പിക്കൽ കൂടുക ദരിദ്ര ചേച്ചിൻ്റെ നമുക്ക് കൊടുങ്ങല്ലൂരുള്ളത് കേട്ടോ അസലായിട്ട് ആൾ പാട്ട് പാടും അപ്പോൾ ആളെ നമുക്ക് വോയിസ് ഇടും ആള് പറയാം ഈ മാമ്പഴം ഒരു 3-4 എണ്ണം എടുത്ത് വയ്ക്കാം അല്ലേ ആൾ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ടല്ല അങ്ങോട്ട് പോകണ്ട ഞങ്ങൾ കൊടുങ്ങല്ലൂരാ പക്ഷെ അപ്പോഴത്തേക്കും കഴിയും അടുത്ത ഞായറാഴ്ചക്ക് ഉണ്ടാവില്ലല്ലോ ഇനിയുണ്ട് മുകളിൽ 10-500 കൂടി ഉണ്ട് മാമ്പഴം പക്ഷെ അതൊക്കെ പഴുത്ത് നിൽക്കണതല്ലേ ഇങ്ങോട്ട് വരേ ഇത്രക്ക് ഉണ്ടായിട്ടില്ല തോന്നുന്നില്ല ഇതുവരെ ഇത്രക്ക് മാമ്പഴം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ മാവും വേട്ടാ ബാക്കിലത്തെ പ്ലിയൂരുമ്പലൊക്കെ ദൂരം ഉണ്ടാവാറില്ലേ ഇക്കൊല്ലം അതില്ല അവിടെ ബാക്കിൽ വർക്ക് ഏരിയയിൽ ഇരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടും കാരണം വലിയ ഇത്ര ഉണ്ടാവേ ഭയങ്കര വലുപ്പല്ലേ ഈ പ്രിയൂരിന് പ്രിയൂര് എന്നാ പറയാ പ്രിയൂരല്ലേ പ്രിയൂർ അപ്പൊ അത് ഈ ഷീറ്റുമ്പിലേക്ക് വന്ന് വീണ സൗണ്ട് അല്ല ഞങ്ങളുടെ പണ്ട് നമ്മുടെ പെട്ടെന്ന് പേടിക്കും നമ്മുടെ ഇവിടെ അയലൊക്കത്ത് വിദ്യാധരേട്ടൻ എന്ന് പറഞ്ഞ ആള് പോലീസ് റിട്ടയർഡ് SI ആണ് കേട്ടോ ചെറുപ്പക്കാലത്ത് ഞങ്ങളുടെ കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ അവരെ വീട്ടിലാണ് ഒരു പ്ലിയൂർ മാവുള്ളത് പ്ലിയൂർ എന്ന് പറയാം തൃശ്ശൂർ പ്ലിയൂർ എന്ന് പറയും അത് നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പ് നല്ല ഭംഗിയാണ് പ്ലിയൂർ അതുമ്പോൾ ചെറിയ ചെറിയ കുത്തുകളുണ്ടാവും വെള്ള കുത്തുകൾ ചെറുതായിട്ട് കണ്ടുണ്ടോ മാവ് അല്ല മാങ്ങ പച്ച മാങ്ങയാണ് തിന്നാ പഴുത്ത മാമ്പഴം തിന്നാനായിട്ട് അതിന് അല്ല ആവില്ല അതിന് സമയം കൊടുക്കില്ല അപ്പൊ ആള് പിന്നിലുണ്ട് ഒരു മാവും ഒരു മാങ്ങ ഉണ്ടാവില്ല അപ്പൊ ആള് നമ്മുടെ വീട് അവിടെയാണല്ലോ അപ്പൊ ആള് മാവ് കയറും അവരെ വീട്ടിലാണ് ഈ പ്ലിയൂർ മാവുള്ളത് പ്ലിയൂർ മാവ് സാധാരണ കൂട്ടാൻ വയ്ക്കില്ലല്ലോ അപ്പോൾ ആള് മാവ് കയറിയിട്ട് മോളിൽ നിന്ന് ഇതിങ്ങനെ എറിയും നമ്മുടെ പറമ്പിലേക്ക് അപ്പോൾ അതങ്ങനെയുണ്ട് എറിഞ്ഞ് തരും നമുക്കിന്ന് അത് പുളിയണം എന്നിട്ട് പച്ചവട തിന്നണം ആ അത് ഭയങ്കര ടേസ്റ്റാ സാധനം അങ്ങനെ പിന്നെ മാവ് വെട്ടി പുളി അല്ല ഇതേ നമ്മുടെ നോക്കിയേ ഇത്ര മതിയാ ഈ തൊലി അടക്കം തിന്നാട്ടോ നോക്കിയാ ഇത് ഇങ്ങനെയുണ്ട് ചവച്ച് കൂട്ടി ഒരു കയ്പൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ചെറിയേട്ടാ അങ്ങനെ തിന്നാ പാട്ട് നിർത്തിയാ മതിയില്ലേ ഇത്ര മതിയില്ലേ സരിതയാണ് ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ മെയിൻ ആൾ കേട്ടാ പക്ഷേ വേറെ കാര്യമുണ്ട് ഇവർക്ക് മധുരം ശർക്കരയൊന്നും ഇടാണ്ടല്ലോ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല ജഗു തന്നെ വലിയ വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മാമ്പഴം നമ്മളെടുത്തു കേട്ടാ ഇതിപ്പോൾ ഒരു 5-10 മാമ്പഴം ഉണ്ട് അടുത്ത് വേറെ ഒന്നും ചെയ്യണ്ടേ നമ്മളിതിലൊന്നും മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ നമ്മുടെ നല്ല മഞ്ഞ കളറിലായിരിക്കുക ഇനിയുള്ളത് കുറച്ച് മുളക് പൊടി കേട്ടാ ഒരു 1/2 ടീസ്പൂണില്ല പിന്നെ ഉപ്പ് പൊടി പിന്നെ 2-3 പച്ചമുളക് കയറി ഇത് ചുവപ്പ് കളറാണ് പച്ചമുളക് തന്നെയാണ് പിന്നെ വേപ്പിലിടണം കേട്ടോ ഇനി ഒഴിക്കുന്നത് വെള്ളം കേട്ടാ ഇനി നമ്മളിന്ന് ഇളക്കണം നമ്മൾ അടപ്പത്ത് വയ്ക്കുന്നു കേട്ടോ മൂടി വയ്ക്കുന്നു തിളക്കട്ടെ വേവട്ടെ മാമ്പഴത്തിന് ഭയങ്കര വേവുണ്ട് എന്നാ പറയാ കുറേ നേരം തിളപ്പിക്കും അതെ എനിക്കത് എന്താണ് അങ്ങനെ പറയണേന്ന് അറിയില്ല ചിലപ്പോൾ കുറേ സമയം വേണമായിരിക്കും വേവാൻ അല്ലേ സരിതരം മാമ്പഴം ഉണ്ടാക്കുമ്പോൾ അല്ല മാമ്പഴമാക്കുമ്പോൾ മാമ്പഴത്തിൻ്റെ വേറെ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങളില്ലേ അത്
നുറുക്കിയിടുമായിരിക്കും അല്ലേ? കിട്ടിയ മാമ്പഴത്തിൻ്റെ അങ്ങനെയില്ലേ? ഉണ്ടാവും. പിന്നെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ മാമ്പഴത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് പിന്നെ പല പല ടേസ്റ്റിൽ അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മധുരം ചേർത്താൽ മതി. അപ്പോൾ അറിയില്ല മധുരം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അറിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലവർ പഞ്ചസാര ചേർക്കും, ചിലവർ ശർക്കര ചേർക്കും, ചിലവർ മധുരം ചേർക്കില്ല. അത് മധുരമുള്ള കറികൾ ഭയങ്കര ഇഷ്ടമുള്ളവരില്ലേ, അങ്ങനെയുള്ളവർ നന്നായിട്ട് ചേർക്കും. പൈനാപ്പിൾ കറി ഇവർക്ക് മധുരം കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ അല്ല മധുരക്കറി എന്ന് പറയാൻ അധികമൊന്നും ഇല്ലല്ലോ. എന്തൊരു എത്ര മധുരക്കറി ഉണ്ട്. ഈ മാമ്പഴ പുളിശ്ശേരിയും ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് തിളക്കില്ല കേട്ടോ, അത് വേവട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. തിളവന്ന് തുടങ്ങി ഇളക്കി വിടാം അല്ലേ? തീ ചെറുതാക്കണേ. ഇത് ഈ നിലവല്ലേ? വെള്ളം വേണോ കുറച്ചുകൂടി? വേണ്ടല്ലേ? നോക്കിയിട്ട് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് 2-3 മാമ്പഴം നിന്ന് കഴിക്കല്ല. തൈര് എടുത്തിട്ടില്ലേ? തൈര് പിടിച്ച് എടുത്തിട്ടില്ല. ഇതിൽ പിന്നെ പുഴുണ്ടാവില്ല ചേട്ടാ, ആരും ധൈര്യമായിട്ട് കഴിക്കാം. പുഴുണ്ടെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ അളക്കാൻ പറ്റില്ല. പൂളി തന്നെ ഇത് കൊള്ളയല്ലേ ഇമ്രാൻ? മാമ്പഴം വേണോ? സാരി തരാം കയ്യിരിക്കുന്ന ഓട്ടം ഇമ്രാൻ. എന്തിട്ടൊക്കെയോ കൊണ്ടിരുന്നത് മാമ്പഴത്തോട് താല്പര്യമില്ല. നമുക്ക് നിളക്കി നോക്കാം സരിത. ചൂടുണ്ടാ? വെള്ളം കറക്റ്റ് തന്നെയാണെന്നുണ്ട്. വേവട്ടെ. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ല. മറ്റേ ചന്ദ്രക്കാരനേക്കാളും ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്തിരി കൂടിയും സുന്ദരികളാണ് ഈ മാമ്പഴം. പഴങ്ങളെ രാജാവാണ് മാമ്പഴം അല്ലേ ഇമ്രാനെ? പഴങ്ങളെ രാജാവാണ് മാമ്പഴം. എന്താ കേൾക്കാത്ത പോലെ നീക്കണം. ഇമ്രാൻ അതിലും താല്പര്യമില്ല. ഇമ്രാന് കടിച്ച് വലിക്കാൻ കടിച്ച് പറിക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. ചാർലിക്ക് അങ്ങനെയല്ല. ചാർലിക്ക് എന്തൊരു കൂട്ടാൻ കൂട്ടിയിട്ടാലും ഇതിൽ കുമ്പളങ്ങി കൂട്ടാനൊക്കെ ചാർലിക്ക് ഇഷ്ടമാണ്. കുമ്പളങ്ങയും പരിപ്പൊക്കെ ചോറ് കൂട്ടി കഴിക്കാനായിട്ട് ചാർലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമ്രാൻ അത്ര ഇഷ്ടമില്ല. ചാർലി ചെറുപ്പത്തിൽ പച്ചക്കറിക്കാരനാണെന്നല്ലോ, ഈ വെജിറ്റേറിയൻ ആണെന്നല്ലോ. അത് തന്നെ ചാർലിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം. സാമ്പാർ കൂടിയുള്ള ചോറ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ, മുതിരിയും ചോറും ഒക്കെ ഭയങ്കര ഇഷ്ടം ആൾക്ക്. ചാർലി പറയണ്ട നൊസ്റ്റാൾജിയ അത് കഴിക്കുമ്പോൾ. ഇമ്രാൻ പിന്നെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുള്ളതല്ല, പരിചയമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്ക് താല്പര്യമുള്ള കൂടുതൽ. അല്ല മറ്റു കഴിക്കില്ല. ഇപ്പോൾ ഈ കൂട്ടാൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് അല്ല ഇതിൻ്റെ മധുരം ഉപ്പും എരിവും കലർന്നിട്ടുള്ള മൊത്തത്തിലുള്ളൊരു സാധനം ഇത്രേ ഉള്ളൂ. എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഇത്. മധുരം അത്രയ്ക്ക് അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെ പാടില്ലല്ലോ. എന്തൊരു ടേസ്റ്റ് അതിൻ്റെ തൊലി. തൊലിയും ടേസ്റ്റ്, എല്ലാം ടേസ്റ്റ്. ഞാൻ മാമ്പഴം തിന്നായിരുന്നു. തൊലി തിന്നിട്ട് കൂടുതലൊന്നും വയറുവേദനയൊന്നും വരില്ലല്ലോ? ഇത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് മാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് നമ്പർ 1 ഈ സാധനം. ശരിയാ, നല്ലോണം നാരുകളുണ്ടല്ലോ അല്ലേ? നിറയെ നാരുകളാ. പിന്നല്ല തിന്നിട്ട് കഴിഞ്ഞിട്ട് കൈ ചെയ്ത് അത് കാണുമ്പോ തന്നെ എന്താ ഈ മാവ് പ്രാവശ്യം പൂത്തില്ലേ നമ്മുടെ മൂവാണ്ടൻ? അല്ലെങ്കിൽ ഇവിടെ നിറയെ മാമ്പഴം കിടക്കുന്നതാ വർഷകാലം ആകുമ്പോൾ. ഒന്നും കിട്ടില്ല നമുക്ക്. ഷീറ്റ് അടിക്കണേലും മുന്നേ ഇരുന്നപ്പോൾ ടെറസിന്റെ മുകളിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ അതും പറ്റില്ല. അല്ല കണ്ണന്മാര് കഴിഞ്ഞൊക്കെ മാമ്പഴം മുഴുവൻ ഇവിടെ നിറച്ച് കിടക്കുന്നതാണ് ഇവിടെ വീഡിയോയില്. അതെ. എന്നിട്ട് മറ്റേ മാങ്ങണ്ടി കൊണ്ട് മറ്റേ സാധനം ഉണ്ടാക്കി കുറെ പറക്കിയിട്ട് ഇല്ലേ, എന്നിട്ട് പേര് കട്ടണ്ടി. അത് പറഞ്ഞിട്ടുള്ളത് ദരിദ്ര ചേച്ചിയാ. ഉപ്പ് നോക്കിയാ? ഉപ്പൊക്കെ പാകാണോ? നാളികേര അരച്ചുകൊണ്ടുവരാം അല്ലേ? ഇതിലേക്കുള്ള നാളികേര അരച്ചുകൊണ്ടുവരാം. അത് കുറച്ചുകൂടി സമയം കൊണ്ട് തിളയ്ക്കണം കേട്ടോ. നാളികേരം ഒരു മിക്സിയിൽ ചാലിക്കിരുന്നു. ഇതൊരു നാളികേര? അതത്രയ്ക്ക് മുഴുവൻ വേണം നാളികേരം. നാളികേരം നന്നായി വേണം.
പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക് എന്ന് പറയാൻ വലിയ പഴുത്തു. ഇനിയുള്ളത് ജീരകം. ഇനിയുള്ളതേ തൈരാണ് വേണ്ടത് കേട്ടോ. തൈര് നമ്മുടെ വീട്ടിൽ തൈര് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കട്ടി തൈര് വാങ്ങിച്ചു. ഇനിയിപ്പോൾ തൈര് ചേർക്കാൻ പോകണം കേട്ടോ. തൈര് ഇത് പുളി കുറവായിരിക്കും തൈരിന്. ഇത്ര മതിയില്ല തരുത്. അതായത് മധുരം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യാത്തത് കൊണ്ടാണോ പുളിയില്ലാത്ത തൈര്? അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അരച്ചിട്ട് കൊണ്ടോ. അപ്പോൾ ഈ തൈര് കഴിയും. ഇമ്രാൻ, എനിക്കൊന്നും തന്നില്ലെന്ന് വേണ്ട. അരച്ചു പോകണം. കാലത്തെ ഇപ്പോൾ നല്ല അന്തരീക്ഷമല്ലേ, നല്ല ഈ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ആമ്പൽ നോക്കിയാൽ എന്തൊരു ഭംഗിയിലാണ് വരുന്നത്. നോക്കിയാൽ കടാ വിരിഞ്ഞിട്ട്. ഇതിന് നമ്മൾ ആദ്യം ഇതിൽ മറ്റേ ഈ ആമ്പലിൻ്റെ ചട്ടിയില്ലേ, അതിൽ വളം ചേർക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ വളം ചേർക്കില്ല. വളം ചേർക്കാത്തതിൻ്റെ കാരണം സരിതയാണ്. നോക്കിയേ എന്നിട്ട് വളം ചേർക്കാറുണ്ടായിരുന്നു. വളം ചേർത്തില്ല നമ്മൾ. ഈ എല്ലുപൊടിയും ഇതൊക്കെ ചേർത്തില്ല ഈ ചട്ടി മാറ്റിയപ്പോൾ മണ്ണ് വളം ചേർത്തു. ഇപ്പം എന്താ വെച്ചാൽ വളം ചേർക്കാത്തതേ ഈ മീനുകൾക്ക് തീറ്റിട്ട് കൊടുക്കില്ല. ഇതിൽ മീനുകളുണ്ട്, പിലോപ്പിയുണ്ട്, പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരുന്ന ചെറിയ കുഞ്ഞു നിറച്ച് ഗപ്പികളാണ്. അപ്പം 10,000 ഗപ്പികളുണ്ട്. അപ്പം അവറ്റങ്ങളുടെ ഈ ഇതില്ലേ കണ്ടാ കാട്ടം അതൊക്കെ ഇല്ലേ, അമോണിയാണ്. അങ്ങനെ ഇതിന് നല്ല വളർച്ചയായി. നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഇവരിങ്ങനെ മൂളി വരും മീനുകളൊക്കെ. പിന്നെ അത് മാത്രമല്ല, ഇത് താമരയ്ക്ക് വളർച്ചയായി, ഇതിനും വളർച്ചയായി. ആമ്പല് നമ്മൾ കാല് ഇതിലേക്ക് താമര ആമ്പലും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ താമര പൂടില്ല എന്നാ, നന്നാവില്ല എന്ന് അങ്ങനെ ആരോ പറഞ്ഞു കേട്ടിട്ടില്ലേ? പോലെ മത്തം കുത്തിയ കുമ്പളം മുളകിലെ കുമ്പളത്തിന്റെ അറിയില്ല. എന്നിട്ടായാലും താമര ഇതുവരെ പൂട്ടിട്ടില്ല. താമര പൂട്ടില്ല. ഇതിലേ ഇല നന്നായി വന്നു തുടങ്ങി. അന്ന് ഇല കുഞ്ഞു കുഞ്ഞു ഇലകളായിരുന്നു. ഇപ്പൊ ഇത്തിരി ആരോഗ്യത്തിൽ വന്നു തുടങ്ങി. വളണ്ട് ഇതിൽ നിറയെ വള. അപ്പൊ ഒന്നും ചെയ്യണ്ട. ഇതിൽ നമ്മൾ കാലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി കാലുമ്പ എന്തൊരു പറയാ, ആ കാലുമ്പ മീനുകൾ വന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കേക്കിളി. അതിനെന്ന് പറയാ ഫിസിയോതെറാപ്പി അല്ലത്, ഫിസിയോതെറാപ്പി. ഏയ് അയ്യോ, അതിനൊന്ന് പറയാന്ന് മറന്നുപോയി. ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാം, പേര് മറന്നു. പക്ഷേ ഈ തീറ്റിട്ട് കൊടുക്കുമ്പോഴേ പിന്നെ മറ്റേ പിലോപ്പികളും ഉണ്ടല്ലോ ഇല്ലേ, അത് കാരണം വെള്ളം വേഗം നാശവും. വെള്ളം ഭയങ്കര, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തീറ്റ ഒന്നും ഇട്ട് കൊടുക്കണമെങ്കിൽ ഇതിലത്തെ പൂപ്പൽ തന്നെ വിറ്റുകൾ തിന്ന് വളരല്ലേ. അപ്പോൾ തെളിഞ്ഞ വെള്ളമാവും. തീറ്റ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിലോപ്പികളയിൽ കണ്ടപ്പോഴാണ് പിന്നെ തീറ്റ തിരിച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പിലോപ്പികളും വേഗം വലുതായി. അപ്പോൾ വെള്ളം വേഗത, അപ്പോൾ വെള്ളം മാറ്റും. ഈ മണിത്തീറ്റകളില്ലേ, ഈ മണിത്തീറ്റകളാണ് ഇട്ട് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ ഗപ്പികളില്ലേ, മറ്റേ ഈ സിംഗപ്പൂർ ഇവിടെയൊക്കെ ഡോൾഫിനുകൾ ബോളും കൊണ്ടിട്ട് ഇങ്ങനെ പോയില്ലേ, മോന്താമ ബോളും കൊണ്ടിട്ട് ഇങ്ങനെ പോയില്ലേ, തള്ളി കൊണ്ടുപോയില്ലേ, അതുപോലെ പറ്റികൾക്ക് ഗപ്പികൾക്ക് നോക്കിയാൽ അവരുടെ തള്ളി കൊണ്ടുപോകും ഓരോന്നിനെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായി വലിയൊരു സാധനമാണുള്ളത്. അത് ഒറ്റയടിക്ക് തിന്നാൻ പറ്റണം. അവർ മെല്ലെ അത് പൊട്ടിച്ച് തിന്ന് കഴിക്കും. അതിനവര് പതുക്കെ ആസ്വദിച്ച് അത് കുതിർന്ന് വരണതിൻ്റെ ഇങ്ങനെ കാരി തിന്നുമ്പോഴത്തേക്കും മറ്റേ പിലോപ്പികൾ വന്നിട്ട് അത് ഫുള്ള് തിന്ന് കഴിക്കും. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ചധികം സമയമായിട്ടാണ്. മാമ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ അരപ്പയിലേക്ക് ഒഴിക്കാം കേട്ടോ. നമ്മൾ യഥാർത്ഥ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചെയ്യുന്നത് കേട്ടോ. കുറ്റം പറയരുത്. മധുരം ചേർക്കാത്ത മാമ്പഴ പുളിശ്ശേരി, എന്ത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയരുത്. എനിക്ക് മധുരം ചേർത്തതാ ഇഷ്ടം. നീ കുറച്ച് കൂട്ടാനിൽ മധുരം വീഡിയോ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ ശർക്കര ഇടും. അത്രയല്ലോ മധുരം ഇല്ലെങ്കിൽ. ഇളക്കി മഞ്ഞ കളർ കുറവാന്ന് തോന്നില്ല, അത്ര മതിയില്ല. അതെ, ആ വെള്ളം കൂടി കുറച്ച് ഒഴിക്കണം. അതൊന്ന് തിളയ്ക്കുമ്പോൾ വരും കളറ്. ഉപ്പ് കുറച്ച് കഴിയുമ്പോൾ ഉപ്പ് ചേർക്കേണ്ടി വരും. ഉപ്പ് ചേർക്കേണ്ടി വരും തോന്നുന്നുണ്ട്. രസമുണ്ട്.
എന്താ അത്ഭുതം ചേട്ടന്, രസം ഉണ്ടാവില്ല എന്നായിരുന്നു ചേട്ടൻ വിചാരിച്ചേ? ഞാൻ ആ മധുരം ചേർക്കുമ്പോഴല്ല എൻ്റെ ടേസ്റ്റ് വരില്ല വെച്ചിട്ടേ. നല്ല എനിക്ക് ആ പുളി ഇല്ലാത്ത കാരണം എന്താവും എന്നുള്ളതാണ് എനിക്ക്. നല്ല രസമുണ്ട്. പുളി കുറച്ചെങ്കിലും വേണേ. ഒട്ടും പുളിയില്ലാത്തൊരു പാലിന്റെ ടേസ്റ്റ് പോലത്തെ തൈരായിരുന്നു. പുളി ഭയങ്കരമായി കഴിഞ്ഞാലേ മധുരം ഉണ്ടല്ലോ. മധുരമുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. പുളിയില്ല. പുളി അത്രയും മതി. ഉപ്പ് ഇത്തിരി കൂടി ഇടാം. ഉപ്പ് തിരിയിട്. ഉപ്പ് തിരികൊണ്ടിരുന്നു കേട്ടാ. രസമുണ്ട്. കളർ മഞ്ഞ കളർ കയറി വന്ന് തുടങ്ങിയിട്ട് തരുതേ ഭംഗിയിലെ കൂട്ടാനായി. അപ്പോൾ അത് തള വന്ന് തുടങ്ങിയിട്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ഇറക്കിയിട്ട് കാച്ചാം. സിമ്പിൾ പരിപാടി തന്നെ ഇത്. നമ്മൾ കാച്ചാൻ പോകണം കേട്ടോ. കാച്ചാനായിട്ട് നമ്മൾ പാത്രം അടപ്പത്തിച്ചു. ഇതുവരെയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഇതിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വെളിച്ചെണ്ണ ഒരു സ്വല്പം കൂടുതൽ ഒഴിക്കും. എന്താ അങ്ങനെ പറയണേ? വെളിച്ചെണ്ണ ഇതുവരെ ചേർത്തിട്ടില്ല. വെളിച്ചെണ്ണ അല്ല, ഇങ്ങനത്തെ കൂട്ടാനുകളിൽ ലാസ്റ്റ് കാച്ചുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാറുള്ളൂ. വെളിച്ചെണ്ണ വേണം ഇതിൽ ഇത്തിരി. അതിന് മുകളിൽ ഇങ്ങനെ കെട്ടി കിടക്കില്ലേ, മറ്റേ ഭാരതപ്പുഴയിലൊക്കെ ഇങ്ങനെ ചാല് പോലെ ചെറുതായിട്ട് തുടങ്ങി ഉപമ. വെള്ളം കെട്ടി കിടക്കില്ലേ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി മണൽ പരപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ചെറുതായിട്ട് ഇതിൽ ടിച്ച് ചെയ്ത് കിടക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ കടുക് ഇടുന്നതാണ് കേട്ടോ. എത്ര മതിയോ കടുക്? ഉലുവീട്. കടുക് പൊട്ടിയിട്ട് ഉലുവയും കൂടി ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തോട്ടാ. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ ഒരു സ്വല്പം ഉലുവിടണോ, തീ ഓഫ് ചെയ്തോ, മുളകിടണോ, അല്ല പൊക്കി പിടിച്ചോ. കുറച്ച് വേപ്പില, ഭംഗിയായി. അതുകൊണ്ട് ഇങ്ങനെ കിട്ടാനാ? അല്ല, ഇതുകൊണ്ട് വെറുതെ നാക്കാൻ. സൂപ്പർ കൂട്ടാൻ. സരിത കാലത്തേക്ക് എനിക്ക് ചോറും പപ്പടം കൊണ്ടുവരുന്നുണ്ട്. പപ്പടം ഇതിന് നിർബന്ധമാണ്. ഏത് ഈ മാമ്പഴ പുളിശ്ശേരിക്കിട്ടാ അല്ലേ സരിത? ഇളക്കട്ടെ, ഇളക്കി വിടത് എന്താ? അല്ല, എനിക്കിങ്ങനെ ഓരോന്നോരോന്ന് എന്നോട് ചോദിക്കണേ കേൾക്കുമ്പോഴേ അതിന് എന്നിട്ട് ഇളക്കണം. നന്നായി ഇളക്കി ചേർത്തു. നമ്മൾ വിളമ്പാണ് കേട്ടോ. മഞ്ഞ കളർ കുറവല്ലേ? കുറച്ചുകൂടി മഞ്ഞപ്പൊടി വേണ്ടതായിരുന്നു. അത്ര മതി. അല്ലാണ്ടാണ് മഞ്ഞ കളർ കുത്താക്കിയിട്ട് ഇത് വേണ്ട. ഞാനല്ല അതിൻ്റെ ആള്. ഒരു പിഞ്ഞാണത്തിലെടുത്തിട്ട് ആക്കിക്കുക. ചൂടുണ്ട്. മധുരം നോക്കട്ടെ. ക്യാമറ ഓഫാക്കിയതിന് ശേഷം ആര് കണ്ട് നമുക്ക് ശർക്കരപ്പൊടി ഇടാം. ഒരു ശർക്കരപ്പൊടിയും ചേർക്കണ്ട. എനിക്കിത് ഇഷ്ടമായി. മധുരണ്ടത് അതിന് പറഞ്ഞത്. അപ്പോൾ പാലൊക്കെ നമുക്ക് പറഞ്ഞു തന്നില്ല ആ ചേട്ടന് നന്ദി പറയണത്. അല്ല, ഈ മാമ്പഴം കൊണ്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കില്ല. ഈ മാമ്പഴം എന്തൊരു മധുര! ഇതിന്റെ തൊലി തന്നെ തിന്നുമ്പോഴില്ലേ എന്തൊരു മധുരാന്നറിയോ? ഒരു കാര്യം, ഈ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മധുരം ചേർക്കാം. ഈ കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ചിലപ്പോൾ തൊലി കഴിപ്പാൻ മാങ്ങയില്ലേ, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കും. ആ മാമ്പഴത്തിന് മധുരമല്ലല്ലോ, പുളിയല്ലേ. എൻ്റെ അമ്മ എന്ത് മാമ്പഴം കിട്ടിയാലും ഉണ്ടാക്കും. അപ്പൊ ചിലപ്പോ പപ്പടം കൂടി കഴിച്ചു നോക്ക്. നീ ചോറ് കഴിച്ച് ഒരു മിനിറ്റ്. വേപ്പില. ആ വേപ്പില ഉണ്ടായിക്കോട്ടെ. വേപ്പില മുടി വലുതാവും. എനിക്ക് പപ്പടം കുട്ടികളോട് ഇഷ്ടമില്ല. അതെ, അപ്പം അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ശരിക്കും കൂട്ടാൻ്റെ ടേസ്റ്റ് അറിയില്ല. പപ്പടം നിറച്ചു അതിൽ. എന്നാൽ പപ്പടം ഇല്ലാതെ കഴിച്ചു. അടിപൊളി കൂട്ടാട്ടാ. എനിക്ക് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമില്ലാത്തതാ. പക്ഷെ എനിക്ക് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമായി. പറഞ്ഞപ്പോൾ ചന്ദ്രക്കാരന് പകരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പഞ്ചസാരയും ചേർക്കേണ്ട, ഒരു ശർക്കരയും ചേർക്കണ്ട. അത് ശരിയാ. ഈ മാമ്പഴമാണെങ്കിൽ ചേർക്കണ്ട കേട്ടാ. അത്യാവശ്യം മധുരം ഉണ്ട്. ശർക്കര ഇടണ്ട. നാളെ അല്ല ഇത് ചേർക്കാത്തത്. നാളേരം ചേർക്കാത്തത് അല്ല, പപ്പടം ചേർക്കാത്തത്. നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ കൂട്ടാനേട്ടാ. അപ്പോൾ ഈ മാവ് എന്തുട്ടാന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് സിന്ദൂരാന്ന്. അതിൻ്റെ കളർ കണ്ട, ചുവപ്പ് കളറ്. പക്ഷേ ഇതുപോലെ ഞാരുണ്ടാവോ? ഇത് ചെറുതല്ലേ? അതെനിക്കറിയില്ല. സിന്ദൂരം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അവസാനം എൻ്റെ അമ്മയായാലും ജയന്തി ചേച്ചിയായാലും ഇതിൽ ചിലപ്പോൾ വെള്ളരിക്കര കഷ്ണങ്ങൾ അങ്ങനത്തെ ഇടില്ലേ, മാമ്പഴം അധികം ഇടാണ്ട്. പിന്നെ മാമ്പഴം ചിലപ്പോൾ മധുരമുള്ളതാവില്ല. അപ്പോഴൊക്കെ പിന്നെ കുറച്ചും കൂടി പുളിയുള്ള തൈരാവും ചേർക്കുക. അപ്പോൾ പുളി നന്നായിട്ടുണ്ടാവും കൂട്ടാൻ. അപ്പോൾ അതിനൊന്ന്
ബാലൻസ് ചെയ്യാൻ മധുരം ഇടേണ്ടി വരും മധുരം. ഒരു പുളി അതില്ലാത്തതാണ് ഈ ടേസ്റ്റ്. മനസ്സിലായ പുളി നന്നായിട്ട്, എൻ്റെ വീട്ടിലൊക്കെ പുളി നന്നായിട്ട് വേണം അച്ഛന് അമ്മയ്ക്കും. ഒരു പുളിയിൽ കിടന്ന് കളിക്കുന്നവരാ. അപ്പോൾ ഇതൊന്നും അവർക്ക് അമ്മയ്ക്കൊന്നും അച്ഛനൊന്നും ഈ കൂട്ടം ഇഷ്ടപ്പെടില്ല ഉറപ്പാ. ആ കൂട്ടാണ്ടാക്കുന്ന ടേസ്റ്റ് ഇതാ. ഇത് ഹെൽത്തിയാണ്. അതെ, പുളി അധികം ഇല്ല, മധുരം നമ്മൾ വേറെ ചേർക്കണില്ല, എക്സ്ട്രാ ഒന്നും ചേർക്കണില്ല, ഹെൽത്തി കൂട്ടാൻ. ആ അപ്പോൾ നമുക്ക് എടുത്തോട്ടാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനത്തെ മാങ്ങ കിട്ടാണെങ്കിൽ വെച്ച ധൈര്യമായിട്ടിട്ട് അടിപൊളി കൂട്ടാനാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും മാമ്പഴം കിട്ടുന്ന സമയമാണ്. വിദേശത്ത് ഉള്ളവരാണ് വിഷമിക്കുക ഇത് കണ്ടിട്ട്. നമ്മുടെ അളിയൻ മാമ്പഴ പുളിശ്ശേരിയുടെ മെയിനാണ്. ശരിയാ, ഇതിൻ്റെ അണ്ടി ചൂടാണ്. ചൂടാറിട്ട് കഴിക്കാം. അതന്നെ അത് കിടക്കാതെ എത്തി കഴിഞ്ഞിട്ട് അത് കഴിക്കാം. അപ്പം നിർത്താം. അപ്പോൾ അടുത്ത വീട്ടിലാണ്. അവരെ നന്ദി, നമസ്കാരം കേട്ടോ.